നല്ല ഈസി ആയിട്ട് പാലട പായസം കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ഓണത്തിന് നമുക്ക് ഈസി ആയിട്ട് പിങ്ക് കളറിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് അട ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മട്ട അരിയുടെ അട ഇട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുക്കറിലേക്ക് കാച്ചിയ പാലും 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ഒരു ചെറിയ ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് ടോഫി ആക്കി എടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 ടീസ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത അട ഒന്ന് അരിപ്പയിലേക്ക് ഊറ്റിയിട്ട് കഴുകിയെടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 20 മിനിറ്റ് കുക്കറിൽ അങ്ങനെ തന്നെ വെക്കാം. 20 മിനിറ്റിന് ശേഷം ഇതിൻ്റെ പ്രഷറെല്ലാം പോയിട്ട് വീണ്ടും ഞാനൊരു അരമണിക്കൂറും കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം തുറന്നപ്പോൾ കറക്റ്റായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും കുറച്ചും കൂടി ഒന്ന് തിക്കായി വരും. ലാസ്റ്റ് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.